ഹായ് ഗായ്സ്, കം ടു ബാക്ക്. നമ്മളിന്ന് ഹൊറർ വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ഹൊറർ വീഡിയോ കാണും. അപ്പോൾ എക്സ്പ്രഷൻ ഇവിടെ ഒരാൾക്ക് എക്സ്പ്രഷൻ ഇല്ല എന്നാണ് പറയുന്നത്. എടുക്കേണ്ട വീഡിയോ നമുക്ക് റെഡി സ്റ്റഡി ഗോ. കുട്ടികൾക്ക് ആത്മാക്കളെ കാണാൻ പറ്റും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ സംസാരിക്കാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ ആണത്. ഈ കുട്ടിയുടെ അമ്മ ആക്സിഡന്റിൽ മരിച്ചുപോയാണ്. 1 വർഷത്തിന് ശേഷം ആ കല്ലറയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ചെന്നാണ്. ഈ കുട്ടിയുടെ ആന്റിയുടെ കൂടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി കല്ലറയുടെ മുകളിലേക്ക് കയറിയിട്ട് ആരോടോ സംസാരിക്കുന്നുണ്ട്. കുട്ടി അമ്മയ്ക്കാണെന്നും കൈയടിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്, എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം എതിർവശത്തായിട്ട് വേറൊരു മനുഷ്യനോ ആരും അവർ കാണുന്നില്ല. ഇതൊരിക്കലും ഒരു ഉണ്ടാക്കിയ വീഡിയോ സ്ക്രിപ്റ്റഡ് ആവാൻ വഴിയില്ല. കാരണം ഒരു ചെറിയൊരു കൊച്ചാണ്, അതിനോട് എന്ത് പറഞ്ഞ് എന്ത് ചെയ്യിപ്പിക്കണം അല്ലേ? പക്ഷെ അവിടെ എന്തോ ശരിക്കും സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കാം കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണം. ഇതൊരു റിയൽ ഫുട്ടേജ് ആണ്. ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലി ഒരു ആക്സിഡന്റിൽ ആ ഫാമിലിയിലെ അമ്മയും ജ്യേഷ്ഠനും, ആ കുട്ടിയുടെ ജ്യേഷ്ഠനും മരിച്ചുപോയി. അപ്പോൾ ഇവർക്ക് ഈ അച്ഛനും മകളും മാത്രമാണ്. അവർക്ക് ആ വീട്ടിൽ പിന്നെ തുടരാൻ പറ്റിയില്ല. മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ. അവർ ആ വീട് മാറാമെന്ന് വെച്ചു. അവർ വേറെ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോഴാണ് ഇവര് ആ പുതിയതായിട്ട് താമസിച്ച വീട്ടിലും ഭയങ്കര ശബ്ദങ്ങളും അനക്കങ്ങളും കാര്യങ്ങളും കേട്ടു തുടങ്ങി രാത്രിയിൽ. അപ്പോൾ ഇവർ പല പ്രാവശ്യം ഈ അനക്കങ്ങൾ കേൾക്കുമ്പോൾ ക്യാമറ എടുത്ത് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി. ആരോടും പറഞ്ഞ് വിശ്വസിക്കണ്ടേ? പക്ഷെ അങ്ങനെ ഒന്നും ക്യാമറയിൽ പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം ഈ മോളുടെ ശബ്ദം, ഒരു വേറെ റൂമിൽ നിന്ന് മോള് ഇങ്ങനെ ചിരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അച്ഛൻ ഇങ്ങനെ ക്യാമറയായിട്ട് ഓടിച്ചെല്ലുമ്പോൾ മോള് ചിരിക്കണോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മോളായിരിക്കണതിൻ്റെ ബാക്കിലായിട്ട് മോളുടെ മുടി ഇങ്ങനെ 2 കൈകൾ വെച്ചിട്ട് ഇങ്ങനെ പിന്നിടുന്ന പോലെ ഒരു കൈകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കണ്ട് അച്ഛൻ ഞെട്ടി. പക്ഷെ അവിടെ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. എന്തായിരിക്കും സംഭവം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്കാം. ബ്ലാക്ക് മാജിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് ഒരാളെ നശിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെ സംഭവിക്കും. ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കാം. ഈ ഒരു ലേഡി, ആ ലേഡിയുടെ നല്ല പ്രായത്തിൽ ഭയങ്കര ഭംഗിയാണെന്നാണ് പറഞ്ഞത്. ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിനൊക്കെ പോയാൽ ഈ ലേഡിക്കാണ് എന്ത് വന്നാലും ഫസ്റ്റ് കിട്ടുക. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ലേഡിക്കെതിരെ ആ ഒരു കണ്ടസ്റ്റൻസ്, ബാക്കിയുള്ള ഫെയിലായി പോയ കണ്ടസ്റ്റൻസ് എല്ലാം ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ ലേഡിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോനകത്ത് നിങ്ങൾ കാണാൻ പറ്റും ആണിയോ അല്ലെങ്കിൽ നീഡിൽ എന്തൊക്കെയോ തറച്ച് മുഖത്തും അതേപോലെ തന്നെ മൂക്കിലൊക്കെ ഇങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ തറച്ചകണ ഭാഗത്താണ് ഈ ലേഡിയുടെ മൂക്കൊക്കെ ഞളങ്ങിപ്പോയത്. അത് കാരണം ആ ലേഡി പയ്യെ ഫീൽഡ് ഔട്ട് ആവാൻ തുടങ്ങി. ഇത് വളരെ വളരെ പയ്യാണ് ഈ സംഭവങ്ങളൊക്കെ മാറിപ്പോയത്. പക്ഷെ ആ മുഖത്തിന്റെ ഷേപ്പ് മാറിയപ്പോൾ ആള് ഫീൽഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ എപ്പോഴാണ് ഈ ലേഡിയുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞത് ഇന്ന അവിടെ കുത്തി കഴിക്കണു. ചിലപ്പോൾ ഇതാക്കാരം എന്തപ്പോ ഇവല് ഇങ്ങനെയൊക്കെ ഇവലെ ഫേസ് ഉണ്ടാവുക. ഇത് കുറെ മുന്നെടുത്ത ഫോട്ടോക്കാരം ഓലെടുത്തിട്ട് ഇതുമത്തന്നെ ഓലെടുത്തിട്ട് ഇത് കുത്തിക്കന്നെക്കാരം ഇപ്പൊ ഉണ്ടായതാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പഴയ ആൾക്കാരും ചെയ്തിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കാണുക. ഒരു ഗ്രാമത്തിൽ നമ്മുടെ ഇന്ത്യൻ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ആ പയ്യൻ ആ ഒരു മരണാനന്തര ചടങ്ങ് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അബദ്ധവശാല കാല് തെറ്റി ആ കുഴിയിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ? അവിടം വരെ ഓക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എന്നാൽ അവിടെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ആ പയ്യൻ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ആ പയ്യന്റെ ഷോൾഡർ ശ്രദ്ധിക്കുക. ഷോൾഡറിൽ ഒരു കൈ വന്ന് പിടിച്ചിട്ടാണ് ആ പയ്യനെ വലിച്ച് താഴേക്ക് ഇടുന്നത്. ശ്രദ്ധിച്ചോ? കണോ? എന്തായിരിക്കും സംഭവം? ഞാൻ ആദ്യം ബൈക്ക് ലവേഴ്സ്, ബൈക്ക് ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. ഈ ഒരു ബൈക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് GT ആണ്. അതിങ്ങനെ പുഴയുടെ കരയിൽ വെച്ചേക്കാണ്. എന്നിട്ട് അറേഞ്ച്ഡ് മാരേജ് താല്പര്യമുള്ളവര് ഈ വീഡിയോ ഒന്ന് കണ്ടേക്ക്. ഇത് നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. ഈ മാരേജ് കഴിഞ്ഞ് അന്ന് രാത്രി ഈ ലേഡി അവിടെ ആ വീട്ടിൽ ആരെയും മനസ്സമാധാനത്തോടുകൂടി ഇരുത്തിയിട്ടില്ല. കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു അടി, തല്ല്, ചീത്ത പറിച്ചിൽ, തെറി പറിച്ചിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. മുകളിൽ കാണുന്നത് ഒരു നോർമൽ കാർട്ടൂണായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ സ്ക്രീനിലൊന്ന് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് മൊബൈൽ പയ്യൊന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർട്ടൂണും ഷേക്ക് ആവുന്നത് കാണാം. മൊബൈലിന്റെ ഒപ്പമല്ല, പക്ഷെ മൊബൈലിന്റെ ഉള്ളിൽ ഷേക്ക് ആവുന്ന കാണാൻ പറ്റും. പിക്ചർ ഷേക്ക് ആയെന്ന് തോന്നിയാൽ ഇപ്പൊ തന്നെ ലൈക്ക് കമന്റ് ഇട്ടേക്കാം. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ?
ബാധ ഒഴിപ്പിക്കൽ എക്സോസിസം എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു രംഗമാണത്. ഇത് എത്ര ശതമാനം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ സംഭവം എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. ഞാൻ ഫുൾ വീഡിയോ ഇട്ടുതരാം, ശ്രദ്ധിച്ച് കാണുക. കടോ, ആ ലേഡി രാത്രി ഉറങ്ങുമ്പോൾ ബെഡ്റൂമിന്റെ ഡോറ് നിങ്ങൾ ലോക്ക് ചെയ്യാതെയാണോ കിടന്നുറങ്ങണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണത്. ഈ വീഡിയോ എൻ്റെ വരെ കാണണം. ഞാൻ എൻ്റെ ഫുൾ സ്ക്രീൻ വീഡിയോ ഇട്ട് തരാം. രാത്രിയിൽ ഐസ്ക്രീം കഴിക്കാനും ചായ കുടിക്കാനും അതേപോലെ ഫ്ലൈറ്റ് രാത്രിയിൽ ഐസ്ക്രീം കഴിക്കാനും ചായ കുടിക്കാനും അതേപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം കാണാനൊക്കെ കുറെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ബൈക്കായിട്ട് ഇറങ്ങാറുണ്ട്. അങ്ങനെ യങ്സ്റ്റേഴ്സ് നട റോട്ടിൽ കണ്ടൊരു കാഴ്ചയാണ്. സംഭവം ഇവിടെയല്ല, ജാർഖണ്ഡിലാണ് നടന്നൊരു സംഭവമാണ്. ഇവര് കുറച്ച് ദൂരെ നിന്ന് ഈ ഒരു എൻറ്റിറ്റി റോഡിന്റെ നടുക്കിങ്ങനെ നിൽക്കുന്നവർ കണ്ടു. അപ്പോൾ ഒരു ബൈക്ക് പയ്യെ സ്റ്റോപ്പാക്കി. കാരണം ഈ എൻറ്റിറ്റി നടക്കുകയല്ല, പയ്യെ ഫ്ലോട്ട് ചെയ്യണ പോലെ അവർക്ക് തോന്നി. അങ്ങനെ ഒരു ബൈക്ക് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണത്. കണ്ടോ, അത് പയ്യെ നടക്കും, പിന്നെ കുറച്ച് ഫ്ലോട്ട് ആവും, പിന്നെ ഇടക്ക് അദൃശ്യമായി പോകുന്നു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. എന്താണ് സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല. രാത്രി ഏകദേശം ഒരു 2 മണിക്ക് കണ്ടൊരു കാഴ്ചയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രാത്രിയിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മേത്ത് ബാധ കയറി എങ്ങനെയുണ്ടാവും? നമ്മുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കേസാണ്. ഈ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വ്യത്യാസം ശരീരത്തിൽ വന്നു. ആകെ എന്തൊക്കെയോ ഷിവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ സംസാരം വേറെ രീതിയിലായി. കൂടെ തൊട്ടടുത്തിരുന്ന ആ ഒരു ഫ്രണ്ടാണ് കുട്ടിയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആള് കുതറി ചാടി എഴുന്നേറ്റ് ഇങ്ങനെ മറിയുകയാണ്. കാരണം ഇതറിഞ്ഞ് അവിടുത്തെ സാറുമാരെ തോന്നും കൂടുതൽ കുട്ടികളും അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവിടെ കൂടുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കാന്ന് മനസ്സിലായില്ല. കുട്ടിയെ പിടിച്ച് കെട്ടിയപ്പോഴേക്കും ബോധരഹിതയായി. പിന്നെ അവിടെ നോർമലായി മാറി. പക്ഷെ എന്തായിരിക്കും ആ ഒരു കാരണം? ക്ലാസ് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവം വരാറുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.